ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അനുദിനം വഷളാകുകയാണ്, അനുനിമിഷം വഷളാകുക എന്ന് ആയിരിക്കും കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴേതായാലും രണ്ട് രാജ്യങ്ങളും അവരുടെ വിസ അപേക്ഷ കേന്ദ്രങ്ങൾ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു ചുവട് കൂടി കടന്നൊരു വലിയ നീക്കത്തിന് മുതിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ത്യയിലുള്ള അവരുടെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലുള്ള നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുക എന്നുള്ളത്. സാധാരണഗതി രാജ്യങ്ങൾ തമ്മിൽ വലിയ രൂക്ഷമായ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നാം കണ്ട നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്ന കാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലായിരുന്നു. അത്തരത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് ബംഗ്ലാദേശിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് എം തൗഫീഖ് ഹുസൈൻ സൂചന നൽകുകയുണ്ടായി. അതായത് ബംഗ്ലാദേശ് എംബസികൾക്ക് പുറത്ത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു, തങ്ങളുടെ ജീവനക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരുപക്ഷെ കടുത്ത നടപടികൾ ഉണ്ടായേക്കും എന്ന് പറയുന്നു. ഏതായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവിടെ ഈ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി നേതാവിന്റെ കൊലയാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു ഹിന്ദു യുവാവിനെ അവിടെ ചുട്ടരിച്ചു കൊന്നു. അങ്ങനെ മോശമായ ഒരു പ്രതിച്ഛായ നിൽക്കുമ്പോൾ അവർക്ക് പക്ഷേ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഈ ഇൻക്ലാബ് മഞ്ച് പോലെയുള്ള സംഘടനകളെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് അവരുടെ നയതന്ത്ര പ്രതിനിധികളെ ഒരുപക്ഷെ തിരിച്ചു വിളിക്കാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലത്തേക്കെങ്കിലും ഈ തീവ്രവാദികളെ ഒന്ന് സുഖിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് തണുപ്പിക്കാൻ ഉതകുമായിരിക്കും. പക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ ആ ബന്ധം കൂടുതൽ രൂക്ഷമാക്കാനേ ഇടയാകുകയുള്ളൂ. കാരണം ഇതിന്റെ തിരിച്ചടി എന്നോണം ഇന്ത്യയും അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇന്ത്യ പാക് ബന്ധം പോലെ തന്നെ ഇതും ഒരു സംഘർഷത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ അത്തരത്തിലേക്ക് ഒരു നീക്കങ്ങളൊന്നും തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യ പറയുന്നത് അത്തരത്തിൽ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ വലിയ പ്രകടനങ്ങളോ മറ്റോ നടന്നിട്ടില്ല. കുറച്ചുപേർ കമ്മീഷൻ ഓഫീസിന് വളരെ അകലെ പ്രതിഷേധിച്ചിരുന്നു. അവരെ പോലീസ് നീക്കം ചെയ്തു എന്നൊക്കെ ഇന്ത്യ പറയുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ട് നയതന്ത്ര പ്രതികളെ തിരിച്ചു വിളിക്കാനുള്ള ഒരുക്കത്തിലാണ്. ന്യൂസ് ഡെസ്ക്.